നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച കാര്യത്തിൽ സ്ഥിരീകരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കുടുംബത്തിന് എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, യമൻ പ്രസിഡന്റ് വധശിക്ഷ അംഗീകരിച്ചു എന്ന വാർത്ത കൂടിയാണ് സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഈ പല വിധത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചതായും ആരോപണങ്ങളുണ്ട്. സ്വാതി. അജിംഷാദ്, നിമിഷപ്രിയയുടെ മോചനത്തിനായി വർഷങ്ങൾ നീണ്ടൊരു ശ്രമമാണ് ഇപ്പോൾ. അതിന് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ ആശങ്കാജനകമായി തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രസിഡന്റ് ഈ വധശിക്ഷയ്ക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതി നൽകിയെന്ന വാർത്ത വലിയ ആശങ്ക ഉണർത്തുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഒരു മാസത്തിനുള്ളിൽ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ് പ്രസിഡന്റ് ഇപ്പോൾ സൂചിപ്പിച്ചുള്ളത്. നേരത്തെ യമൻ സുപ്രീം കോടതി ശരിവെച്ച വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം ഈ വിഷയത്തിൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം കൂടിയാണ് വരുന്നത്. ഈ വധശിക്ഷ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ സൂചിപ്പിക്കുന്നത്, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുടുംബം ഇനിയും വേണ്ട എല്ലാ സാധ്യതകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാധ്യതകൾ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള പ്രസ്താവനയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഇനി ഏറ്റവും ഒരു സാധ്യതയെന്ന് നിലനിൽക്കുന്നത് യമൻ പൗരന്റെ കുടുംബം ഈ ബ്ലഡ് മണി അടക്കം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് നൽകിയാൽ മാത്രമാണ് ഇനി ഒരു വധശിക്ഷ ഒഴിവാകാനുള്ള ഒരു സാധ്യത. ആ സാധ്യത മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ രണ്ട് ഘട്ടങ്ങളായി കുടുംബത്തിന് പണം നൽകിയിട്ടുണ്ട്. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ അതിൽ ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ശ്രമങ്ങൾ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് വരാൻ കാരണമായത് എന്നുള്ള ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ രണ്ടാം ഘട്ട തുക സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല. ആ തുകയുടെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായൊരു വിവരം വേണമെന്ന് കൗൺസിൽ ഭാരവാഹികളടക്കം ആവശ്യപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ ആ ശ്രമങ്ങൾ നിശ്ചലമാവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പ്രസിഡന്റ്, അല്ലെങ്കിൽ യമൻ ഭരണകൂടം എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പണം ലഭിക്കാതെ പോയതാണ് ഈ മോചന ചർച്ചകൾ മുന്നോട്ട് പോകാത്തതിൽ കാരണമായതെന്ന് ഇപ്പോൾ മോചന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമുൽ ജെറോം പറഞ്ഞിട്ടുണ്ട്. ആരോപണമാണ് ഈ സേവ് നിമിഷപ്രിയ സംഘം പണം കൈമാറുന്നതിൽ അടക്കം വീഴ്ച വരുത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി വീഴ്ചകളുണ്ട് ഇക്കാര്യത്തിൽ. കാരണം വിദേശ സംബന്ധിയായതുകൊണ്ട് അത് മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മോചന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകളിൽ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പണം ലഭിക്കാതെ പോയതുകൊണ്ട് തന്നെ ഈ യമൻ പൗരന്റെ കുടുംബത്തിന് വലിയൊരു ഇനി ഒരു തീരുമാനങ്ങളും ഉണ്ടാകില്ല എന്നൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇങ്ങനെ പ്രസിഡന്റ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രൺധീർ ജയ്സ്വാൾ പറയുന്നത് നിയമസഹായങ്ങൾ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്തിമ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു പുനരാലോചനയ്ക്കുള്ള സാധ്യത നിയമപരമായി യമനെ സംബന്ധിച്ചുണ്ടോ? മാത്രമല്ല, ഈ നിമിഷപ്രിയയുടെ അമ്മ അവിടെ തുടരുകയല്ലേ, യമനിൽ തന്നെ തുടരുകയല്ലേ? തീർച്ചയായും അജിംഷാദ്, അമ്മ കഴിഞ്ഞ 2 മാസമായി തന്നെ യമനിൽ ഉണ്ട്. അവസാനം ഈ സർക്കാരുമായിട്ടുള്ള എല്ലാ ചർച്ചകളും അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നത്. നിരവധി തവണ ഈ അമ്മയ്ക്ക് സംസ്ഥാന സർക്കാർ അടക്കം വലിയ പിന്തുണ നൽകിക്കൊണ്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു ചർച്ച എന്ന നിലയിൽ ഈ കാര്യങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. എന്നാൽ ഈ അവസാനമായി ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തുക അടക്കം കണ്ടെത്തുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം, അല്ലെങ്കിൽ യമൻ കോടതി ശരിവെച്ചിട്ടുള്ള ഈ വധശിക്ഷ ഇപ്പോൾ പ്രസിഡന്റ് കൂടി അനുമതി നൽകുന്നത്. ഇതിൽ ഏറ്റവും ഇനി സാധ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബം ഈ ബ്ലഡ് മണി സ്വീകരിക്കാനും അതോടൊപ്പം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനും തയ്യാറായാൽ മാത്രം ചിലപ്പോൾ ഈ വധശിക്ഷയിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത കൂടിയാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബം തേടുന്നത്. അതിനെല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുള്ളത്. അജിംഷാദ്. ശരി, സ്വാതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.